മാർക്കറ്റിങ്ങിൽ ഏറ്റവും റോങ് ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ് പേഴ്സണെ അതിന് കറക്റ്റായിട്ട് അതിന് ഡിസിഷൻ മേക്കിംഗ് നടത്താനോ ഇതിനെക്കുറിച്ചിട്ടൊരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം. ഈ ക്ലാരിറ്റി കുറവുകൊണ്ട് മാത്രമാണ് അവിടെ നല്ല രീതിയിലുള്ള നമ്മളെ സമയം, റവന്യൂ അവിടെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുള്ളതും ഈ സ്റ്റേജിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അതായത് റവന്യൂ കൂട്ടുക എന്നുള്ളതിൻ്റെ അപ്പുറം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള റവന്യൂ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു സംഗതിയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനുള്ള എക്സാക്റ്റ് സൊല്യൂഷൻ കിട്ടുന്നതാണ്. നമുക്ക് ഡയറക്റ്റായിട്ട് സ്റ്റോറിയിലോട്ട് പോകാം. രമേശ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻ്റർപ്രണർ, ആൾ ടൂർസ് ആൻഡ് ട്രാവൽസ് ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൾക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് റവന്യൂ ഒക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ നല്ല രീതിയിലുള്ള കോമ്പറ്റീറ്റേഴ്സ് വന്നു തുടങ്ങി. ഈ കോമ്പറ്റീറ്റേഴ്സ് വന്നു തുടങ്ങിയോട് കൂടിയിട്ട് തന്നെ ആൾക്ക് റവന്യൂ കുറയാൻ തുടങ്ങി. അതേപോലെ നല്ല കസ്റ്റമേഴ്സിനെ ആൾക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി. പ്രോഫിറ്റ് താരതമ്യേന പഴയ പോലെ അല്ലാത്തൊരു സിറ്റുവേഷനായി. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ആൾ എന്ത് ചെയ്തു, എനിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷനിലെത്തി. ഈ സിറ്റുവേഷനിൽ ആളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിനെ അപ്രോച്ച് ചെയ്ത സമയത്ത് ആൾ ഈ ഏജൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു കാര്യം, എനിക്ക് നല്ല രീതിയിൽ ലീഡ്സ് വേണമെന്നുള്ളൊരു കാര്യമാണ്. സോ അവിടെ അത് ഏകദേശം അത് എഗ്രിമെൻ്റ് ആയി. അവർ ക്യാമ്പയിൻ ആഡ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഈ സ്റ്റാർട്ട് ചെയ്ത സിറ്റുവേഷനിൽ ആൾക്ക് നല്ല രീതിയിലുള്ള ലീഡ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ലീഡ്സ് ഒന്നും ക്വാളിഫൈഡ് ആവുന്നില്ല, അല്ലെങ്കിൽ അവിടെ സെയിൽസ് നടക്കുന്നില്ല എന്നുള്ള സിറ്റുവേഷനാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ അതിൽ നിന്ന് ആൾക്കൊരു കാര്യം മനസ്സിലായി, എനിക്ക് വേണ്ടത് കൗണ്ട് ഓഫ് ലീഡ്സ് അല്ല, ക്വാളിഫൈഡ് ആയിട്ടുള്ള കുറച്ച് ലീഡ്സ് എന്നുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അത് ഈ ഒരു ഏജൻസിനോട് സംസാരിച്ചു. ഈ സംസാരിച്ച സിറ്റുവേഷനിൽ അവിടെ പിന്നീട് കൗണ്ട് ലീഡ് എന്നുള്ളതിൻ്റെ പകരം ക്വാളിറ്റി ലീഡ്സ് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. ആൾക്ക് രണ്ടാമതുണ്ടായ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റവന്യൂ സ്റ്റേബിൾ ആവുന്നില്ല എന്നുള്ള പ്രശ്നം. ചില മാസങ്ങൾ റവന്യൂ കൂടുന്നുണ്ട്, ചില മാസങ്ങൾ റവന്യൂ നല്ല രീതിയിൽ ഡൗൺ ആവുന്നുണ്ട്. ഇങ്ങനെ സിറ്റുവേഷൻ വന്ന സമയത്ത് ആൾക്കൊരു വേറെ വെളിപാടുണ്ടായി, എനിക്ക് ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ലീഡ്സ്, ഈ സെയിൽസ് എന്നുള്ളത് നടക്കുക എന്നുള്ളതിൻ്റെ അപ്പുറം ഇതിനെനിക്ക് എല്ലാ സമയത്തും സ്കെയിൽ ചെയ്യാൻ പറ്റണം, എനിക്ക് റവന്യൂ പ്രോഫിറ്റ് എപ്പോഴും സ്റ്റേബിൾ ആക്കാൻ പറ്റണം എന്നുള്ളത്. അതിപ്പോൾ കറൻറ്റിലുള്ള ഏജൻസിനെ കൊണ്ട് പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ആൾ എന്ത് ചെയ്തു, അടുത്ത ഏജൻസിനെ കണക്ട് ചെയ്തു. ഈ ഏജൻസിനായിട്ട് ആൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു കാര്യം, എനിക്ക് നല്ല രീതിയിൽ സെയിൽസ് വേണം, നല്ല റവന്യൂ എനിക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു കാര്യമാണ്. ഈ ഒരു കാര്യം ഫോക്കസ്ഡ് ആയിട്ടാണ് പിന്നെ ആ ഏജൻസി വർക്ക് ചെയ്തത്. അവിടെ എന്താ സംഭവിച്ചു ചോദിച്ചാൽ ആൾക്ക് നല്ല രീതിയിലുള്ള ബിസിനസ് അവിടെ ഉണ്ടാവാൻ തുടങ്ങി, നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആവാൻ തുടങ്ങി. ആൾക്ക് നെക്സ്റ്റ് ഉണ്ടായൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കൊരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലോട്ട് പോകാൻ പറ്റുന്നില്ല. ഒരു റവന്യൂവിനെ തട്ടിത്തടഞ്ഞ് അവിടെ ഇങ്ങനെ നിൽക്കുന്നൊരു സിറ്റുവേഷന്. ആൾക്ക് നെക്സ്റ്റ് ഉണ്ടായൊരു വെളിപാടാണ്, ഞാൻ ഈ മാർക്കറ്റിൽ നിന്നിട്ട് കാര്യമല്ല, എനിക്ക് ഇനി അടുത്ത ലെവലിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത മാർക്കറ്റിലേക്ക് എനിക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്, കേരളം വിട്ടു പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അവിടെ ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്താൽ എനിക്കിപ്പോൾ ഉള്ള ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൾ മനസ്സിലാക്കിയൊരു കാര്യം, ഇപ്പോൾ കറൻറ്റിലുള്ള ചിലപ്പോൾ ഈ ഏജൻസിനെ കൊണ്ട് എനിക്ക് പറ്റിയെന്ന് വരില്ല, ഒരു പുതിയ ഏജൻസിനെ കണക്ട് ചെയ്യണം. അങ്ങനെ ആൾ പുതിയൊരു ഏജൻസിനെ കണക്ട് ചെയ്തു. ആ കണക്ട് ചെയ്ത ഏജൻസിനോട് പറഞ്ഞത്, നിലവിൽ ഞാൻ ഓൾറെഡി എനിക്ക് ബിസിനസ് ഉണ്ട്, എനിക്ക് വേണ്ടൊരു മാർക്കറ്റ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പുറത്തുള്ള ബിസിനസ്സാണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് എനിക്ക് പുറത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല സെയിൽസ്, നല്ല റവന്യൂ എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അങ്ങനെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു. ആളിപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ നിലവിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൾ നല്ല രീതിയിൽ സ്കെയിൽ ചെയ്തു, ആൾ മാർക്കറ്റ് ഡൊമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ സ്റ്റോറിയിൽ രമേശ് നടന്നു പോയ വഴികളാണ് സ്റ്റേജസ് എന്ന് പറയുന്നത്. 3 സ്റ്റേജസാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉള്ളത്. അതിലെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റാർട്ട്, സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്ന സ്കെയിൽ, തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എക്സ്പാൻഷൻ. ഈ 3 സ്റ്റേജിൽ നിൽക്കുന്ന പല എൻ്റർപ്രണേഴ്സിനും നിലവിൽ രമേശിന് കിട്ടിയ ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. എനിക്ക് എന്താണ് വേണ്ടതെന്നുള്ളതും, അല്ലെങ്കിൽ എനിക്ക് റവന്യൂ എങ്ങനെ സ്കെയിൽ ചെയ്യാൻ പറ്റും, എങ്ങനെ പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റും എന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് സത്യത്തിൽ അവിടെ സ്റ്റക്കായി നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് ഒരു ഒറ്റ കാര്യം ചെയ്താൽ മതി, ദാറ്റ് ഈസ് CAC എന്ന് പറഞ്ഞാൽ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്. ഒരു എക്സാമ്പിൾ വെച്ച് ഞാനിതിന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നിലവിൽ നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഉണ്ട്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് ഉണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, മാർക്കറ്റിംഗ് ആണ് നമുക്ക് ഇതിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. അത് ചിലപ്പോൾ കൂടും കുറയും. അതായത് നമ്മുടെ റവന്യൂ കൂട്ടണം എന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് എക്സ്പെൻസ് കൂട്ടണം എന്നാണ് അതിൻ്റെ ഒരു പര്യായം. അല്ലെങ്കിൽ നമുക്ക് സെയിൽസ് ആണെങ്കിൽ അടുത്തുണ്ടാവും. നമുക്ക് നല്ല രീതിയിൽ ലീഡ്സ് അവിടെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിൽസ് ടീമിനെ അവിടെ ഗ്രോ ചെയ്യിപ്പിക്കേണ്ടി വരും. അത് സെയിൽസ് കുറയുന്ന സമയത്ത് നമുക്ക് അവിടെ സെയിൽസ് ടീമിനെ കട്ട് ചെയ്യേണ്ടതായിട്ടും വരും. അപ്പോൾ ഈ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇങ്കാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമുക്ക് നിലവിൽ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
നിലവിൽ സെയിൽസ് ടീമിൻ്റെ എക്സ്പെൻസ്, മാർക്കറ്റിംഗ് ടീമിൻ്റെ എക്സ്പെൻസ്, അതായത് മാർക്കറ്റിംഗ് ടീമിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ അതിൽ ആഡ് ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ വരും. സെയിൽസ് ടീമിൻ്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ CRM കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ വരും വിത്ത് സാലറി. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, ഒരു മാസത്തിൻ്റെ ടോട്ടലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സെയിൽസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ക്യാക്ക് കിട്ടും. ഈ ക്യാക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ടീം, അതായത് സെയിൽസ് ടീമും മാർക്കറ്റിംഗ് ടീം വർക്ക് ചെയ്യേണ്ടത്. നമ്മളവിടെ കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കസ്റ്റമറുടെ കോസ്റ്റ് നമ്മൾ മാക്സിമം കൊടുക്കാൻ പറ്റുന്ന നമ്മളെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എമൗണ്ടാണ്. അതിൻ്റെ അബോവ് പോകാതെ നിങ്ങൾ നോക്കണം. 2 പേർക്കും ഈക്വൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിതിൽ സ്റ്റാർട്ട് സ്റ്റേജിലാണെങ്കിലും അതിന് അല്ലെങ്കിൽ സ്കെയിൽ ചെയ്യുന്ന സ്റ്റേജിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്ന സ്റ്റേജിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് നല്ല രീതിയിലുള്ള റവന്യൂ അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതും പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ നിങ്ങൾക്കത് കിട്ടും. സോ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ കേരള മാർക്കറ്റ്, GCC മാർക്കറ്റ് എല്ലാവരും ഇപ്പോൾ കറൻ്റ്ലി ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് ഇത്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഈ വീഡിയോ എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, റീസെൻ്റായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്ന വീഡിയോസിൽ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്ന, അല്ലെങ്കിൽ ഞാൻ മീറ്റ് ചെയ്യുന്ന ഒരുപാട് എൻ്റർപ്രണേഴ്സ് എന്നോട് സംസാരിച്ച ഒരു കാര്യമാണ്. സോ എനിക്കിതിവിടെ പറയണം തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ വളരെ റോങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലോട്ടാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ നിൽക്കുന്ന ഇൻഡസ്ട്രിയിൽ അത് സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ, എല്ലാവർക്കും നല്ല രീതിയിലുള്ള ബിസിനസ്, ഏജൻസി ആണെന്നുണ്ടെങ്കിലും അത് ഈക്വലി ബിസിനസ്സുകാരനാണെന്നുണ്ടെങ്കിലും ഇവർക്കൊക്കെ സ്റ്റേബിളായിട്ടുള്ള റവന്യൂ കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്കിതിൽ ഒരുപാട് ഡൗട്ടുകളുണ്ടാവും. ഒരു ഷോർട്ട് ടൈമിൽ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പല ബിസിനസ്സുകാരും സ്പെസിഫിക് ആയിട്ടുള്ള ബിസിനസ്സാണ്, എല്ലാവരും യുണീക്കാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്കുള്ള സിറ്റുവേഷൻ ആവില്ല മറ്റൊരാൾക്ക് ഉണ്ടാവുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഞാൻ അവിടെ റീപ്ലൈ തരുന്നതാണ്. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്.